നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വൈറ്റമിൻ ഡിയെ പറ്റി ഇപ്പൊ ലേറ്റസ്റ്റ് വന്ന ചില കാര്യങ്ങൾ. നമുക്കെല്ലാം അറിയാം, 2 ടൈപ്പ് വൈറ്റമിൻ ഉണ്ട്. ഫാറ്റ് സോലുബിൾ വൈറ്റമിൻസ് ആണ് വൈറ്റമിൻ എ, ഡി, ഇ, കെ. വാട്ടർ സോലുബിൾ വൈറ്റമിൻസ് ആണ് വൈറ്റമിൻ ബി ആൻഡ് സി. വൈറ്റമിൻ ഡി കഴിഞ്ഞ 10 വർഷം കൊണ്ട് നമുക്കറിയാം കുറച്ചൊക്കെ ഹൈപ്ഡും ഓവർ ഹൈപ്ഡും. ഇറ്റ് ഈസ് നോൺ എ സൺഷൈൻ വൈറ്റമിൻ. പണ്ട് നമ്മൾ പറഞ്ഞത് എന്താ, സൂര്യപ്രകാശം കിട്ടിയാൽ വൈറ്റമിൻ ഡി വരും. 90% വൈറ്റമിൻ ഡി സൺലൈറ്റ് ചെയ്ത് കിട്ടണം. ഇപ്പോഴത്തെ പഠനങ്ങൾ കാണിക്കുന്നത് സൺലൈറ്റ് എക്സ്പോഷർ നമ്മൾ ഡെയിലി 2 മിനിറ്റിനുള്ളിൽ കിട്ടിയാൽ സ്കിൻ ക്യാൻസറിന്റെ ചാൻസ് 10 ടൈംസ് കൂടും. ആൻഡ് ഫോട്ടോ ഏജിങ്, സൺലൈറ്റ് ആണ് ഏറ്റവും കൂടുതൽ സ്കിന്നിന്റെ DNA ബ്രേക്ക് ഡൗൺ ചെയ്ത് ഏജിങ് ഉണ്ടാക്കുന്നത്. സോ അതേപോലെ പഴയ പോലെ സൺലൈറ്റ് എക്സ്പോഷർ കിട്ടിയിട്ട് വൈറ്റമിൻ ഡി എന്നുള്ള കൺസെപ്റ്റ് മാറി 90% വൈറ്റമിൻ ഡി നമ്മൾ സപ്ലിമെന്റ്സ് വഴി ലഭിക്കണം. സോ ഏത് സമയത്ത് സൺലൈറ്റ് കിട്ടിയാണ് വൈറ്റമിൻ ഡി ഉണ്ടാകുന്നത്? പണ്ട് വിചാരിക്കുന്നത് നമ്മൾ ഇളംവെയിൽ 7 to 9 അല്ല, ഇളംവെയിൽ 7 to 9 UVA ആണ്. അത് സോറിയാസിനെ വിട്ടിലേക്ക് വയ്ക്കുക. ഉച്ചക്കത്തെ കടുംവെയിൽ 11-നും 3 മണിക്ക് വരെയൊക്കെ ഡെയിലി 18 മിനിറ്റിലും സൺ എക്സ്പോഷർ ഉണ്ടായാലേ നമുക്ക് വൈറ്റമിൻ ഡി ഉണ്ടാവും. നമ്മുടെ മെജോറിറ്റി ആൾക്കാർ എന്താ, ഫുള്ളി കവേർഡ് ആണ് നമ്മൾ നടക്കുന്നത്. ലുക്ക് അറ്റ് എ പേഴ്സൺ ലൈക്ക് മീ, ഫുള്ളി കവേർഡ്, ഫുൾ കൈ ഷർട്ട് ഉപയോഗിക്കുന്നു. സോ സൺലൈറ്റ് കിട്ടിയാലും മുഖത്തും ഡോർസം ഓഫ് ഹാൻഡും ഫീറ്റിലേ ഉള്ളൂ. സോ അങ്ങനെ ഫുള്ളി കവേർഡ് ആയിട്ട് വ്യക്തിക്ക് മുഖത്തോ കൈകാലുകൾ മാത്രമേ സൺലൈറ്റ് ഉണ്ടെങ്കിൽ ഡെയിലി 18 മിനിറ്റ് സൂര്യപ്രകാശം ഉച്ചയ്ക്ക് 11-3 മണിക്ക് കൊള്ളണം. ബിക്കിനി അല്ലെ ഡയപ്പർ മാത്രം ഇട്ട വ്യക്തിക്ക് 30 മിനിറ്റ് സൺ എക്സ്പോഷർ പെർ വീക്ക് കൊള്ളണം. സോ ഡെയിലി 1.5 മിനിറ്റ് കൂടുതൽ സൺ എക്സ്പോഷർ ഉണ്ടാൽ നമുക്ക് സ്കിൻ ക്യാൻസറിന് ചാൻസ് കൂടും. സോ അതുകൊണ്ടാണ് ഇപ്പോഴത്തെ പുതിയ റെക്കമെൻഡേഷൻ ഹോൾ ഓഫ് വൈറ്റമിൻ ഡി സപ്ലിമെന്റ്സ് ആയിട്ട് എടുക്കണം. സോ വൈറ്റമിൻ ഡി നമുക്ക് 3 ഫോമിലുണ്ട്. വൈറ്റമിൻ ഡി ടാബ്ലറ്റ് ആയിട്ട് അവൈലബിൾ ആണ്, വൈറ്റമിൻ ഡി ക്യാപ്സൂൾ ഉണ്ട്, വൈറ്റമിൻ ഡി ഇപ്പൊ നാനോ ഷോട്ട്സ് ഉണ്ട്, വൈറ്റമിൻ ഡി സൊല്യൂഷൻ ആയിട്ടുണ്ട്, വൈറ്റമിൻ ഡി ഇഞ്ചക്ഷൻ ഉണ്ട്. അപ്പൊ ബേസിക്കലി ഇപ്പൊ ഡെയിലി നമുക്ക് വൈറ്റമിൻ ഡി ചെക്ക് ചെയ്യാൻ വേണ്ടി 1000 രൂപ മുടക്കേണ്ട കാര്യമില്ല. ഒരു വയസ്സ് കഴിഞ്ഞ് 100 വയസ്സോ 110 വയസ്സോ ഉള്ള എല്ലാവരും ഡെയിലി 2000-4000 യൂണിറ്റ് ഓഫ് വൈറ്റമിൻ ഡി എടുത്താൽ മതി. സോ 50,000 ടാബ്ലറ്റ് ആണെങ്കിൽ ഇന്ത്യയിൽ 50 അല്ലെ 60,000 ഉണ്ടെങ്കിൽ മാസത്തിൽ 2 എണ്ണം എടുക്കുക. സോ 60,000 ഒരു ടാബ്ലറ്റിന് ഇന്ത്യയിൽ വില ജനൌഷധിയിലാണ് 22 രൂപ. അത് 2 എണ്ണം എടുത്തു കഴിഞ്ഞാൽ 60,000 2 എണ്ണം 1,20,000 പെർ മന്ത് കിട്ടും. സോ ഡെയിലി നമുക്ക് 4,000 IU കിട്ടും. സപ്പോസ് ഒരു കുട്ടി, എന്റെ മോക്ക് ഇപ്പൊ 10 വയസ്സ് അല്ലെ എന്റെ ഫാദറിന് 82 വയസ്സ്, ഓക്കാനോ ഷർദിലും എല്ലാം ഉണ്ട്, ഡെയിലി വൈറ്റമിൻ ഡി എടുക്കാൻ പറ്റത്തില്ല, 2 ആഴ്ച കൂടുമ്പോൾ എടുക്കത്തില്ല. അവർക്ക് 3 മാസം കൂടുമ്പോൾ 3 ലാഖിന്റെ ഒറ്റ ഇഞ്ചക്ഷൻ അല്ലെ 6 ലാഖിന്റെ ഇഞ്ചക്ഷൻ ഉണ്ട്. അത് 6 മാസം കൂടുമ്പോൾ ഒറ്റ ഇഞ്ചക്ഷൻ എടുക്കാൻ മതി. സപ്പോസ് ഒരു കുട്ടിക്ക് ടാബ്ലറ്റ് എടുക്കാൻ, വലിയ ടാബ്ലറ്റ് എടുക്കാൻ ഭയങ്കര മടിയാണ്, അവർക്ക് വൈറ്റമിൻ ഡിയുടെ നാനോ ഷോട്ട്സ് സൊല്യൂഷൻസ് ഉണ്ട്. 50,000 60,000 2.5 ml 2 ആഴ്ച കൂടുമ്പോൾ ഓറഞ്ചോ ലെമണോ ഏതെങ്കിലും ഫ്ലേവറിൽ കുടിച്ചാൽ മതി. ഇൻ ഷോർട്ട് അറിയേണ്ടത് വൈറ്റമിൻ ഡി സൺഷൈൻ വൈറ്റമിൻ, പണ്ടത്തെ പോലെ 90% വൈറ്റമിൻ ഡി വെയിൽ കൊണ്ടുണ്ടാകുന്ന ആ കൺസെപ്റ്റ് പോയി ഇപ്പൊ മോർ ദാൻ 1.5 മിനിറ്റ് സൺ എക്സ്പോഷർ കിട്ടിയ സ്കിൻ ക്യാൻസറും സ്കിന്നിന്റെ ഏജിംഗ് ആണ്. അതുകൊണ്ടാണ് ലേഡീസും ആണുങ്ങളും എല്ലാം സൺസ്ക്രീൻ തേച്ചിട്ട് പുറത്തിറങ്ങുന്നത്. പക്ഷെ വൈറ്റമിൻ ഡി കൊണ്ട് ഡെഫിനറ്റ്ലി ബെനിഫിറ്റ്സ് ഉണ്ട്. എപ്പോഴും നമ്മൾ ഇങ്ങനെ വൈറ്റമിൻ ഡിക്ക് ഇത്രയും ഇമ്പോർട്ടൻസ്. ഒരു വൈറ്റമിൻ ഡിയുടെ ടാബ്ലറ്റിന് കേരളത്തിൽ 2 ആഴ്ച കൂടുമ്പോൾ ഒറ്റ ടാബ്ലറ്റ്, അപ്പൊ മാസത്തിൽ 2 ഒരു ടാബ്ലറ്റിന്റെ വില 22 രൂപ മാത്രം. സോ ഒരു മാസം 44, ഒരു ക്യാൻ പെപ്സിക്ക് നമ്മൾ 60 രൂപ കൊടുക്കണം. സോ ഒരു മാസത്തിൽ 2 ടാബ്ലറ്റ് 2 ആഴ്ച കൂടുമ്പോൾ ഇഞ്ചക്ഷൻ വൈറ്റമിൻ ഡി അരക്കിട്ടുകൊണ്ട് 100 രൂപ, 6 മാസം കൂടുമ്പോൾ ഒറ്റ ഇഞ്ചക്ഷൻ. പക്ഷെ ബെനിഫിറ്റ് എന്താ? വൈറ്റമിൻ ഡി നമുക്കറിയാം കാൽസ്യം ഫോസ്ഫറസിന്റെ അബ്സോർപ്ഷൻ ബോൺ സ്ട്രെങ്തിന് വേണം. നമ്പർ 2 മസിൽ പവറിന് വൈറ്റമിൻ ഡി വേണം. സോ എൽഡർലിക്കും കുട്ടികൾക്കും ഫോൾസ് പ്രിവെന്റ് ചെയ്യുന്നു. സോ തൽഫലമായി മസിലിനും ബോൺസിനും സ്ട്രെങ്ത് കൂട്ടിയിട്ടുണ്ട്. നമ്പർ 3 വൈറ്റമിൻ ഡി ഇൻഫെക്ഷൻ പ്രിവെന്റ് ചെയ്യാൻ നല്ലതാണ്. ഇപ്പോഴത്തെ പഠനങ്ങൾ കാണിക്കുന്നത് 90% പിള്ളേരുടെ അപ്പർ റെസ്പിറേറ്ററി ഇൻഫെക്ഷനും മുതിർന്നവരുടെ ട്യൂബർക്ലോസിൻ ലങ് ഇൻഫെക്ഷനും വൈറ്റമിൻ ഡി അഡിക്വേറ്റ് ആണെങ്കിൽ കുറയും. പിന്നെ വൈറ്റമിൻ ഡി ബോഡിയുടെ ഇമ്മ്യൂണിറ്റിയും ബൂസ്റ്റ് ചെയ്യും. സോ ചീപ്പ് വൈറ്റമിൻ, സൺഷൈൻ വൈറ്റമിൻ, സൺലൈറ്റ് നല്ല ഇപ്പൊ സൺഷൈൻ വൈറ്റമിൻ കിട്ടുന്ന സപ്ലിമെന്റ്സ് ചെയ്യുന്ന, ഡെയിലി വൈറ്റമിൻ ഡി ചെക്ക് ചെയ്യാനോ എല്ലാ മാസവും 2000 രൂപ ചെക്ക് ചെയ്യേണ്ട, മാസത്തിൽ 2 ടാബ്ലറ്റ് 50,000 60,000 കഴിക്കുക. വാവഴി എടുക്കാൻ പറ്റാത്തവർക്ക് 6 മന്ത്സ് കൂടുമ്പോൾ 100 രൂപയുടെ ഒറ്റ ഇഞ്ചക്ഷൻ 6 ലാഖിന് ഇഞ്ചക്ഷൻ കൊടുക്കുക. വൈറ്റമിൻ ഡി ലെവൽ ചെക്ക് ചെയ്യുന്നത് പ്രഗ്നൻസി, കുട്ടികൾ അല്ലെ വൈറ്റമിൻ ഡി എടുത്തിട്ടും കാൽസ്യം ഡെഫിഷ്യൻസിയുടെ ഫീച്ചേഴ്സ് ഉള്ളവർക്ക് മാത്രം വൈറ്റമിൻ ഡി 25 ഹൈഡ്രോക്സി വൈറ്റമിൻ ഡി ചെക്ക് ചെയ്യുക. ഇൻ ഷോർട്ട് ഇതാണ് ഇപ്പൊ നമ്മൾ കൺസെപ്റ്റ് ഓഫ് വൈറ്റമിൻ ഡി ചെറുതായിട്ട് ചേഞ്ച് ചെയ്തു. ആ കൺസെപ്റ്റ് കറക്റ്റ് വെച്ചിട്ട് വൈറ്റമിൻ ഡി സപ്ലിമെന്റേഷൻ എല്ലാവരും 1 വയസ്സിന് ശേഷം ഫോളോ ചെയ്യുക. താങ്ക് യു.